വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the order of screening effect of electrons of s, p, d and f orbitals of a given shell of an atom on its outer shell electrons is option A s greater than p greater than d greater than f, option B f greater than d greater than p greater than s, option C p less than d less than s greater than f, option D f greater than p greater than s greater than d. ഓർഡർ ഓഫ് സ്ക്രീനിങ് എഫക്റ്റ് വരുന്നത് എസ് ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ എഫ്, ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെയിം വാല്യൂ ഉള്ള കേസിൽ സബ്ഷെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനോട് ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ആൻഡ് അവർക്ക് മോർ പെനിട്രേറ്റിംഗ് പവർ ആയിരിക്കും ഉള്ളത്. ആൻഡ് പെനിട്രേറ്റിംഗ് പവറിന്റെ ആ ഒരു ഓർഡർ തന്നെയാണ് സ്ക്രീനിങ് എഫക്റ്റിനും വരുന്നത്. ദാറ്റ് ഈസ് എസ് ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ എഫ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, the first ionization enthalpies of sodium, magnesium, aluminum and silicon are in the order. അപ്പോൾ ഇവിടെ നമുക്ക് 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം ആൻഡ് സിലിക്കൺ. ഇവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അക്രോസ് എ പീരിയഡ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാണ് അവിടെ ആൻഡ് അറ്റോമിക് സൈസ് അവിടെ ഡിക്രീസ് ആവുന്നു. ആൻഡ് ഫൈനലി അവിടെ അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്താണ് സംഭവിക്കുന്നത്? അയണൈസേഷൻ എൻതാൽപ്പി അക്രോസ് എ പീരിയഡ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അലൂമിനിയത്തിന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് 3s2 3p1 എന്നാണ്. അപ്പൊ ഇവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള 3p ഓർബിറ്റലിൽ നിന്ന് നമുക്കൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, മഗ്നീഷ്യത്തിന്റെ കേസിലാണെങ്കിൽ 3s2 ആണ് വരുന്നത്. അപ്പം ഫുള്ളി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ഇവിടെ നിന്നും ഒരു ഇലക്ട്രോണെ നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം സ്റ്റേബിൾ ഫുള്ളി ഫിൽഡ് ഓർബിറ്റലിന് മോർ എനർജി റിക്വയർഡ് ആയിട്ടുണ്ട് ദാൻ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഫോർ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് ദാൻ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് അലൂമിനിയം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ്. സോഡിയം ലെസ് ദാൻ മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ അലൂമിനിയം ലെസ് ദാൻ സിലിക്കൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next question, among halogens the correct order of amount of energy released in electron gain enthalpy is. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം when it gains an electron to form its corresponding anion. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് എക്സ് മൈനസ് ആവുന്ന ഒരു കണ്ടീഷൻ, അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഡൗൺവേർഡ്സ് ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആൻഡ് അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ എഫക്ട് ഓഫ് അറ്റോമിക് സൈസ് എങ്ങനെയാണ്? മോർ പ്രൊമിനന്റ് ദാൻ ദാറ്റ് ഓഫ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് ആണ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ ഡ്യൂ ടു ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഒരു ട്രെൻഡ് വരുന്നത് എങ്ങനെയാണ്? ഹാലോജൻസിന്റെ കേസിൽ ഫ്ലൂറിൻ ലെസ് ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, the period number in the long form of periodic table is equal to option A magnetic quantum number of any element of the period, option B atomic number of any element of period, option C maximum principal quantum number of any element of period, option D maximum azimuthal quantum number of any element of the period. Period number എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം n of any element, അതായത് ഇവിടെ n എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് അല്ലെ. അപ്പൊ മാക്സിമം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് എനി എലമെന്റ് ഓഫ് പീരിയഡിനെയാണ് പീരിയഡ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സൈസ് ഓഫ് ഗിവൺ സ്പീഷ്യസ്? നമുക്കിവിടെ തന്നിട്ടുള്ള സ്പീഷ്യസ് എന്താണ്? അയഡിൻ ആണ് അല്ലെ. അപ്പൊ ആനയോൺ ഫോംഡ് ആഫ്റ്റർ ഗെയിൻ ഓഫ് ആൻ ഇലക്ട്രോൺ ടു ന്യൂട്രൽ ആറ്റം ആൻഡ് കാറ്റോൺ ഫോംഡ് ആഫ്റ്റർ ദ ലൂസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ ഷെൽ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാറ്റയോണിന് സ്മോളർ സൈസ് ആയിരിക്കും, ആനയോണിന് ബിഗ്ഗർ സൈസ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു ന്യൂട്രൽ ആറ്റം. അപ്പൊ ഐ മൈനസ് ഗ്രേറ്റർ ദാൻ ഐ ഗ്രേറ്റർ ദാൻ ഐ പ്ലസ് ആണ് ഓർഡർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഐസോഇലക്ട്രോണിക് സ്പീഷ്യസ് Na+, Mg2+, F-, O2-. ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ലെങ്ത് ഓഫ് ദെയർ റേഡിയൈ ഈസ്.
സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന എലമെന്റ്സിനെ അല്ലെങ്കിൽ സ്പീഷീസിനാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. സോ അവരുടെ ഇൻക്രീസിംഗ് ലെങ്ത് ഓഫ് റേഡിയയുടെ ഓർഡറിൽ അവർ അറേഞ്ച് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അറേഞ്ച്മെന്റ് വരുന്നത്. Mg2+ ലെസ് ദാൻ Na+ ലെസ് ദാൻ F- ലെസ് ദാൻ O2-. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ എത്ര റിലേറ്റീവ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഏതൊരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനാണോ മോർ നമ്പർ ഉള്ളത് ന്യൂക്ലിയസിൽ, അവർക്ക് ന്യൂക്ലിയർ അട്രാക്ഷൻ ടുവേർഡ്സ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവരുടെ സൈസ് ഓഫ് സ്പീഷീസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിലെ Mg2+, Na+, F- O2-, ഇവരുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ ഓർഡർ വരുന്നത് എങ്ങനെയാണ്? 12, 11, 9 and 8 പ്രോട്ടോൺസ് റെസ്പെക്റ്റീവ്ലി ഇൻ ദെയർ ഔട്ടർമോസ്റ്റ് ഷെൽസ്. ഓക്കെ, അപ്പം ഏറ്റവും ചെറിയ സൈസ് ഉള്ളത് Mg2+-നാണ് ആൻഡ് O2-നാണ് ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഉള്ളത്. Next question, the number of naturally occurring p block elements that are diamagnetic is option A 18, option B 6, option C 5, option D 7. ഗ്രൂപ്പ് 18 എലമെന്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് സബ്ഷെൽസ് ആണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡയാമാഗ്നറ്റിക് ആണ്. എലമെന്റ്സ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ ആൻഡ് സെനൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പം 5 നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത്. സോ ഓപ്ഷൻ സി 5 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, electronic configuration of an element X having atomic number 24 is. Atomic number 24 വരുന്ന element ഏതാണ്? ക്രോമിയം ആണ്. ഓക്കെ, അത് 3D സീരീസ് എലമെന്റ് ആണ് ക്രോമിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എലമെന്റില് 4s ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഫിൽ ആവുന്നില്ല. ഓക്കെ, അതിന് പകരം 3D ഓർബിറ്റിലേക്ക് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിലായിട്ട് 3D ഓർബിറ്റിൽ മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് ക്രോമിയം വരുന്നത് ഇങ്ങനെയാണ്: 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5, അല്ലെങ്കിൽ x equal to AR 3d5 4s1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, AR 3d5 4s1. Next question, the element with the electronic configuration as AR 3d10 4s2 4p3 represents a option A metal, option B metalloid, option C non-metal, option D transition element. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിക് കൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പി ഓർബിറ്റിൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെന്ന് നമുക്കറിയാം അല്ലെ. P3 ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പി എന്ന് പറയുന്ന ഒരു ഓർബിറ്റിൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞിരിക്കുന്നത് 33 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 33 ആണ് വരുന്നത്. ആൻഡ് അറ്റോമിക് നമ്പർ 33 വരുന്നത് ഏതാണ് എലമെന്റ്? അർസെനിക് ആണ്. ഓക്കെ, അർസെനിക് എന്ന് പറയുന്നത് ഒരു മെറ്റലോയിഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, magnesium and lithium are similar in their properties due to option A same E/M ratio, option B same electron affinity, option C same group, option D same ionization potential. അപ്പൊ മഗ്നീഷ്യം ലിത്തിയവും സിമിലർ പ്രോപ്പർട്ടീസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണ്? അവർക്ക് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് പോളറൈസിങ് പവർ ആണുള്ളത്. അതായത് അവരുടെ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഓപ്ഷൻ എ സെയിം E/M റേഷ്യോ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, an element with atomic number 112 has been made recently. It should be option A an actinide, option B a transition metal, option C a lanthanide, option D a noble gas. അറ്റോമിക് നമ്പർ 112 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു എലമെന്റിന്റെ പേര് എന്താണ്? പേര് വരുന്നത് കോപ്പർനീഷ്യം എന്നാണ്. ഓക്കെ, ആൻഡ് അതൊരു ഗ്രൂപ്പ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the long form of periodic table based on option A atomic number, option B atomic mass, option C electronic configuration, option D effective nuclear charge. ഇപ്പൊ ലോങ് ഫോം അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പീരിയോഡിക് ടേബിൾ മെറ്റൽസ് യൂഷ്വലി യൂസ്ഡ് as catalyst belong to option A F block, option B P block, option C D block, option D S block. അപ്പൊ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ് നോർമലി പ്ലേസ് ചെയ്തിരിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്കിലാണ്. ഫോർ എക്സാമ്പിൾ നിക്കൽ, പ്ലാറ്റിനം എക്സെട്ര. സോ ഓപ്ഷൻ സി ഡി ബ്ലോക്ക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
Next question. The group of elements in which the differentiating electron enters in the anti-penultimate shell of atoms are called option A F block elements, option B S block elements, option C P block elements, option D D block elements. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺസ് എൻ്റർ ആവുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കായിരിക്കും. സോ ഓപ്ഷൻ എ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേരിയബിൾ വാലൻസി is a general feature of option A S block elements, option B P block elements, option C D block elements, option D all the above. വേരിയബിൾ വാലൻസി എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. വാലൻസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേരിയേഷൻ വരുന്നത്? N-D ഇലക്ട്രോൺസിന്റെ പാർട്ടിസിപ്പേഷൻ കാരണമാണ് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. സോ ഓപ്ഷൻ സി ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഡീജനറേറ്റഡ് ഓർബിറ്റൽ ഷോസ് option A S block elements, option B P block elements, option C D block elements, option D all the above. കറക്റ്റ് ആൻസർ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. N-1D 1 to 10, NS 1 to 2 ആണ്. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഡി ഇലക്ട്രോൺസ് ആണ് അവിടെ ബോണ്ട് ഫോർമേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ആൻഡ് ആസ് കമ്പയർഡ് ടു എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്, എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നത് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ആർസെനിക്, ഓപ്ഷൻ ഡി ആന്റിമണി. ഗ്രൂപ്പ് 15 ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷനിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് അവരെന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. therefore they have higher ionization enthalpy. ഇനി ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൽ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. അപ്പൊ ഈ കൺസെപ്റ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി നൈട്രജൻ ആണ് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ അഫിനിറ്റി is maximum for option A chlorine, option B fluorine, option C bromine, option D iodine. ഡൗൺവേർഡ്സ് എ ഗ്രൂപ്പ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യും ആൻഡ് അക്രോസ് എ പീരിയഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ക്ലോറിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് മോർ ആണ് ആസ് കമ്പയർഡ് ടു ഫ്ലൂറിൻ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഫ്ലൂറിന്റെ സൈസ് സ്മോളർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകമിങ് ഇലക്ട്രോണും ബാലൻസ് ഷെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് തമ്മിലൊരു ഗ്രേറ്റർ റിപ്പൾഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ഹാലോജൻസിന്റെ കേസിൽ എല്ലാ ഹാലോജൻസും എടുത്താലും ഏറ്റവും മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി വരുന്നതും ക്ലോറിന് തന്നെയാണ്. സോ ഓപ്ഷൻ എ ക്ലോറിൻ ആണ് കറക്റ്റ് ആൻസർ. Next question. The property of attracting electrons by the halogen atoms in a molecule is called option A ionization potential, option B electron affinity, option C electronegativity, option D electronic attraction. അപ്പോൾ ഒരു ആറ്റം ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. Which metal has a greater tendency to form metal oxide? Option A krypton, option B iron, option C aluminum, option D calcium. Reactivity order of metals ഇങ്ങനെയാണ് വരുന്നത്. Potassium greater than sodium greater than calcium greater than magnesium greater than zinc greater than iron greater than lead greater than copper greater than silver. ഈ ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗ്രേറ്റർ ടെൻഡൻസി വരുന്നത് ഏതിനാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ? കാൽഷ്യത്തിനാണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി കാൽഷ്യം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഓഫ് ഓപ്ഷൻ എ കാർബൺ, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി നൈട്രജൻ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു മോൾ ഓഫ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു മോൾ ഓഫ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ആയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് നോൺ മെറ്റൽ? ഓപ്ഷൻ എ ഇലക്ട്രോനെഗറ്റീവ്, ഓപ്ഷൻ ബി ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്, ഓപ്ഷൻ സി റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി, ഓപ്ഷൻ ഡി ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ.
അപ്പോൾ ഇവിടെ നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് ഇലക്ട്രോനെഗറ്റീവ് നേച്ചർ, ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ജനറലി നോൺ മെറ്റൽസ് ആയിരിക്കും ആൻഡ് ദേ വിൽ ബി ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ആൻഡ് അതൊരു കെമിക്കൽ റിയാക്ഷനിൽ നോൺ മെറ്റൽസ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി എലമെന്റ്സ് വിത്ത് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നോർമലി മെറ്റൽസ് ആയിരിക്കും ആൻഡ് ദേ വിൽ ബി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് കെമിക്കൽ റിയാക്ഷനിൽ ഇത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടായിരിക്കും മെറ്റൽസ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോനെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following have highest melting point? Option A, S block elements. Option B, P block elements. Option C, D block elements. Option D, all of the above. D block elements നാണ് higher melting point വരുന്നത്. എലമെന്റ്സിന് about 9000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ. ഇനി കുറച്ച് എക്സെപ്ഷൻ വരുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇതിന്റെയൊക്കെ കേസിലാണ്. സോ ഓപ്ഷൻ സി, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ. Next question, increase in atomic size down to group is due to increase in option A, the number of electrons, option B, the number of protons and neutrons, option C, the number of neutrons, option D, the number of protons, neutrons and electrons. Downwards a group atomic size increase ആവുന്നത് increase in good number of shielding electrons കാരണമാണ്. അപ്പോൾ ഓപ്ഷൻ എ, number of electrons increase ആവുന്നതാണ് correct answer. Next question, which two elements in periodic table would you expect to combine in the most violent fashion? Option A, hydrogen and oxygen. Option B, chlorine and fluorine. Option C, phosphorus and oxygen. Option D, cesium and fluorine. അപ്പോൾ ഇവിടെ നമ്മൾ സീഷ്യം ആൻഡ് ഫ്ലൂറിൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിൽ ലാർജ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ സീഷ്യം ആൻഡ് ഫ്ലൂറിൻ. Hence they react violently. So option D, cesium and fluorine ആണ് correct answer. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ചാപ്റ്ററിലെ MCQs. താങ്ക് യു.